പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന MP വീരേന്ദ്രകുമാർ വിട പറഞ്ഞിട്ട് ഇന്നേക്ക് 5 വർഷം. ഭരണകർത്താവായും ജനപ്രതിനിധിയായും എഴുത്തുകാരനായും മലയാളികളെ ഏറെ സ്വാധീനിച്ച വ്യക്തിത്വമായിരുന്നു വീരേന്ദ്രകുമാർ. RJD സംസ്ഥാന കമ്മിറ്റിയും മാതൃഭൂമിയും ഇന്ന് കോഴിക്കോട് MP വീരേന്ദ്രകുമാർ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ബഹുമുഖ വ്യക്തിത്വത്തിനുടമയായിരുന്നു MP വീരേന്ദ്രകുമാർ. സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടനായി പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നുവന്ന വീരേന്ദ്രകുമാർ വ്യാപരിച്ച മേഖലകളിലെല്ലാം തന്റേതായ ഇടം കണ്ടെത്തി. ഭരണകർത്താവ്, ജനപ്രതിനിധി, എഴുത്തുകാരൻ, പ്രഭാഷകൻ, പരിസ്ഥിതി പ്രവർത്തകൻ, പത്രാധിപർ തുടങ്ങി അരനൂറ്റാണ്ടിലേറെ കാലം വിവിധ മേഖലകളിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ചു. വിട പറഞ്ഞ് 5 വർഷമാകുമ്പോഴും അദ്ദേഹം വ്യാപരിച്ച മേഖലകളെല്ലാം ആ സാന്നിധ്യത്തെ കൂടുതൽ ഓർക്കുന്നു. സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ സോഷ്യലിസ്റ്റ് നേതാവ് ജയപ്രകാശ് നാരായണിൽ നിന്ന് അംഗത്വം സ്വീകരിച്ച് രാഷ്ട്രീയ ജീവിതം തുടങ്ങിയ വീരേന്ദ്രകുമാർ പിന്നീട് ലോഹിയുടെ അടുത്ത അനുയായിയായി മാറി. അടിയന്തരാവസ്ഥയിൽ ജയിൽവാസമനുഷ്ഠിച്ചു. ജയിലിലെ സഹതടവുകാരനായിരുന്നു പിണറായി വിജയൻ. കേരള രാഷ്ട്രീയത്തിൽ ഏറെക്കാലം ഇടതുമുന്നണിക്കൊപ്പം നിലകൊണ്ട വീരേന്ദ്രകുമാർ ഇടയ്ക്ക് UDF-ലേക്ക് പോയെങ്കിലും പിന്നീട് LDF-ൽ തിരിച്ചെത്തി. മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായിരിക്കുമ്പോഴും ശ്രദ്ധേയമായ ഒട്ടനവധി കൃതികളുടെ സൃഷ്ടാവ് കൂടിയായിരുന്നു MP വീരേന്ദ്രകുമാർ.